ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോക്കാട് മുച്ചിലോട് പെരുങ്കളിയാട്ടത്തിൻ്റെ 3-ാം ദിവസത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. പെരുങ്കളിയാട്ടത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് 3-ാം ദിവസം. നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്കും മുച്ചിലോട്ടെത്തി. ഇന്ന് വൈകിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഭംഗിയുള്ളതുമായ ചടങ്ങ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ കൂട്ടുക എന്ന് പറയുന്ന ചടങ്ങാണ് ഇന്ന് വൈകിട്ട് പ്രധാനമായും നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുച്ചിലോട്ടിൻ്റെ നടയിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല തിരക്ക് കൂടുതലായിരുന്നേ. വിശ്വാസത്തിൽ തണൽ പറ്റി കന്യകയാം ബാലികമാരെ അമ്മത്തമ്പുരാട്ടിന് തിരുമണിലെഴുന്നള്ളിക്കുന്ന പവിത്രവും ശ്രേഷ്ഠവുമായ ചടങ്ങിനാണ് നാം അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കുക. നിഷ്കളങ്ക ബാലത്തിന് നിറവിൽ തന്നെ സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ മുച്ചിലോട്ടമ്മയോടൊപ്പം ഒരു പ്രദർശനം ലഭിക്കുക എന്നുള്ളത് ഒരു മഹാസൗഭാഗ്യം തന്നെയാണ്. പൂക്കുലയും അരിയും വെച്ച് വിളക്കിൽ തളിക, കിണ്ടിയിൽ വെള്ളം എന്നിവയുമായി മുല്ലപ്പൂ മാല ചൂടി അന്നപ്പുടവയായ കുഞ്ഞുമുണ്ടും ധരിച്ച് ഇടമണിയും കാശുകയും ഇളക്കത്താലിയും പതക്കവും വളയും ആഭരണങ്ങളായി അണിഞ്ഞ് ഉറ്റവരോടൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ പന്തലിൽ നടത്തുന്ന പന്തൽ മംഗളത്തിന്റെ ദീപ്തസ്മരണയുമായി കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ 3-ാം സുദിനത്തിൽ ക്ഷേത്ര തിരുസന്നിധിയിൽ ഭക്തി നിർഭരമായ മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ കൂടുന്ന ചടങ്ങിനെ സമാരംഭം കുറിക്കുകയായി. മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ കൂട്ടുന്ന ചടങ്ങിന് ശേഷം പിന്നെ തത്സ്വരൂപൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമായിരുന്നു. ഞങ്ങൾ വെള്ളാട്ടം കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണശാലയിലേക്ക് നടക്കുകയാണ്. ഇതിനുശേഷം നിരവധി ചടങ്ങുകളുണ്ട്. പക്ഷെ ഞങ്ങളത് മുഴുവനൊന്നും കാണാൻ നിന്നില്ല. അത്രയും കാണാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ലേറ്റാവും. ആക്ച്വലി ഓരോ പെരുങ്കളിയാട്ടങ്ങളും ചടങ്ങുകളാലും ആചാരാനുഷ്ഠാനങ്ങളാലും അത്രയ്ക്കും സമ്പന്നമാണ്. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും തന്നെ ഓൾറെഡി ഭക്ഷണശാല ഏതാണ്ട് ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലക്കിലി കുറച്ച് സ്ഥലം കിട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 3000-ഓളം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണശാലയാണ് കളിയാട്ടത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അന്നപൂർണേശ്വരിയായ ദേവിയാണ് മുച്ചിലോട്ട് ഭഗവതി. അതുകൊണ്ട് തന്നെ കളിയാട്ടത്തിൽ
പങ്കെടുക്കുന്ന ഓരോ ഭക്തർക്കും ദേവി തൻ്റെ പ്രസാദമായ അന്നപ്രസാദം നൽകുന്നുണ്ട്. അന്നപൂർണേശ്വരിയായ ദേവിയാണ് മുച്ചിലോട്ട് ഭഗവതി. അതുകൊണ്ട് തന്നെ തൻ്റെ കളിയാട്ടം കൂടാനെത്തുന്ന എല്ലാ ഭക്തർക്കും ദേവി തൻ്റെ പ്രസാദമായ അന്നപ്രസാദം നൽകുന്നു. അതിൽ തന്നെ കളിയാട്ടത്തിന് 3-ാം ദിവസത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒരു ദിവസങ്ങളിലും ഇല്ലാത്ത തോരപ്പുഴുക്ക് കളിയാട്ടത്തിന് 3-ാം ദിവസം വൈകിട്ടത്തെ മാത്രം പ്രത്യേകതയാണ്. മുഴുവൻ ഭക്ഷണശാലയും 15 കൗണ്ടറുകളായി തിരിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇല വന്നു, വെള്ളം വന്നു, പിന്നീട് അച്ചാറ് വന്നു, പിന്നെ തോര പുഴുക്ക് വിളമ്പി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള ഡിഷ്. പിന്നെ പച്ചടി വിളമ്പി. അതിനുശേഷം ചോറ് വന്നു, പിന്നെ പുളിശ്ശേരി വന്നു. ഇത് ഉപ്പും മുളകുമാണ്. ഇത് കരിങ്കളിയാട്ടങ്ങളിൽ മാത്രം സ്പെഷ്യലായി കിട്ടുന്ന ഒരു സാധനമാണ്, ഉപ്പും മുളകും ചതച്ചത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ആൾക്കൂട്ടമായിരുന്നു. പെരുങ്കളിയാട്ടങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്, എന്നാൽ കൂടിയും നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. നാളെ കളിയാട്ടത്തിൻ്റെ അവസാന ദിവസമാണ്, 4-ാം ദിവസം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.